ഇന്ന് വല്ലാത്ത ചിന്തിപ്പിക്കുന്ന ഒരു വീഡിയോ കണ്ടു. പരപ്പനങ്ങാടി ബസ് സ്റ്റാൻഡിൽ രണ്ട് കുട്ടികൾ, ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും സ്വയം മറന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കുന്നൊരു വീഡിയോ. കുട്ടികൾ പ്ലസ് ടുവിനോ മറ്റോ പഠിക്കുന്ന കുട്ടികൾ യൂണിഫോമിലിരിക്കുക, സഹപാഠികളും ബസ്സിൽ പോകാനുള്ള യാത്രക്കാരും ഒക്കെ ഉള്ളത്. അവരതൊന്നും കാണാതെ സ്വയം മറന്നവർ ഉമ്മ വെച്ച് അവിടെ ഇരിക്കുകയാണ്. എന്താണ് ഇന്നത്തെ യുവതലമുറയ്ക്ക് പറ്റുന്നത്? ഒരു നാണവോ ഒരു ഉളുപ്പോ ഒന്നുമില്ലാതെ ഇത്രയും ചെറിയ രണ്ട് കുട്ടികൾ അവിടെ ഇരുന്ന് കാണിക്കുന്നത്. ഈ കുട്ടികൾക്ക് പേടിയോ അല്ല മറ്റുള്ളവരറിയുന്നതിലൊരു പ്രശ്നമോ നാണവോ ഒന്നുമില്ല. ഇനി അങ്ങോട്ട് നമ്മുടെ യുവതലമുറ എന്തായി തീരുമെന്ന് കണ്ടറിയണം. ഇതിനൊരു അഴിച്ചുപണി എവിടെയാണ് വേണ്ടത്? വീട്ടിലാണോ, സ്കൂളിലാണോ, അല്ല നമ്മുടെ രാജ്യം ഭരിക്കുന്ന അവിടെയാണോ? എവിടെയാണെന്ന് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല. എന്തായാലും ആദ്യം തന്നെ തുടങ്ങേണ്ടത് വീട്ടിൽ നിന്ന് തന്നെയാണ്. മക്കൾ രാവിലെ സ്കൂളിലേക്ക് പോകുന്നു, അവർ വൈകുന്നേരം വരുന്നു, എന്തോ വലിയ പഠിപ്പിസ്റ്റുകളാവാൻ പോകുന്നു എന്നുള്ളൊരു രീതിയിൽ മാത്രം മക്കളെ തലയിലെടുത്ത് വെച്ചിട്ടാണ് ഇപ്പോഴത്തെ പേരൻസ് അവരെ നോക്കുന്നത്. രാവിലെ വയ്യാതെ കിടക്കുന്ന അമ്മയാണെങ്കിൽ പോലും എൻ്റെ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും കൊടുത്തു വിടണ്ടേ? കാരണം അവരുടെ കണ്ണിൽ ഇവർ വളരെ ചെറിയ കുഞ്ഞുങ്ങളാണ്, പ്ലസ് ടുവിനൊക്കെ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ. അവർക്ക് എന്തെങ്കിലും കൊടുക്കണ്ടേ? ടിഫിനൊരുക്കുന്നു. ഇനി എങ്ങനെയെങ്കിലും ഓരോ ദിവസം കൂലിവേല ചെയ്തിട്ട് വരുന്ന അച്ഛനാണെങ്കിലും പോക്കറ്റ് മണി കൊടുത്തു നല്ല ഡ്രസ്സ്, നല്ല ബാഗ് ഇതൊക്കെ എടുത്ത് അവനവൻ്റെ കുട്ടികളെ സ്കൂളിൽ വിടുന്നത് പഠിപ്പിക്കാനും അവരുടെ ഭാവി നന്നാവാനും വേണ്ടിയാണ്. അതൊന്നും മനസ്സിലാക്കാതെ ഈ അച്ഛനും അമ്മയും ഒന്നും അറിയാതെ ആരും അറിയാത്തൊരു സ്ഥലത്ത് പോയിരുന്ന് അവർ ചെയ്തു കൂട്ടുന്നത് എന്താ? ഇവർക്ക് ഇത് തെറ്റാണെന്ന് മനസ്സിലാവുന്ന ഒരു കാലം വരുമോ? അപ്പോഴത്തേക്കും ഒരുപാട് ദൂരം സഞ്ചരിച്ചിട്ടുണ്ടാവില്ലേ ഇവർ? ഈ അച്ഛനും അമ്മയും ഇനി എല്ലാ അച്ഛനമ്മമാരും ഒരുപാട് ശ്രദ്ധിക്കണം. നമ്മുടെ കുട്ടികൾ പോയാൽ എന്താണ് ചെയ്യുന്നത്? ഓരോ കുട്ടികളും വളർന്നു വരുന്നതനുസരിച്ച് ഭക്ഷണം കൊടുക്കുന്നത് പോലെ അവർക്ക് ഉപദേശവും കൊടുക്കണം. ഇനി അങ്ങോട്ട് വെറും ഭക്ഷണം മാത്രം കൊടുത്ത് അവരാവശ്യപ്പെടുന്ന ഭക്ഷണം, വസ്ത്രം ഇതൊന്നും കൊടുത്താൽ പോരാ. ഓരോ ഉരുള ചോറിൻ്റെ കൂട്ടത്തിലും ഓരോരോ ഉപദേശങ്ങൾ. മാന്യത, നമ്മൾക്ക് മാനം എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടെന്ന് നമ്മുടെ മക്കളെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് ആദ്യം വീട്ടിൽ നിന്ന് തന്നെയാണ്. പിന്നെ സ്കൂളിലെ ടീച്ചേഴ്സ് അതുപോലെ ഓരോരുത്തരും ഇനി അങ്ങോട്ട് ശ്രദ്ധിച്ചില്ലെങ്കിൽ എന്തായി തീരുമെന്ന് നമ്മൾ കണ്ടറിയേണ്ട ഒരവസ്ഥയിലോട്ടാണ് പോകുന്നത്.